എന്റെ ശരിക്കുള്ള പേര് സെമീഹ കമർ എന്നാണ്. ഇൻസ്റ്റയിലെ വോയിസ് ഓഫ് സെമി എന്നറിയപ്പെടും. ഒരു ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് എന്നെ ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി സമയം എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ ഈ ഏരിയയിലുണ്ട്. കുറെ ആൾക്കാര് നെഗറ്റീവായിട്ട് ആളുകൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവരുടെ സൈഡാണ് അവർ നോക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഉണ്ടായതുകൊണ്ടാണ് അവര് നെഗറ്റീവ് പറയുന്നത്. എന്റെ അകത്ത് ഫുൾ പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്കത് നെഗറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. എന്റെ അകത്തുള്ള പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റീവ് അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് കാണാൻ പറ്റും. അത് അവർ ഷെയർ ചെയ്തു. അതെനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പല ആൾക്കാരും നൈസാണ് പോസിറ്റീവ് പറയാറുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. അപ്പോ നെഗറ്റീവ് ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് ഇല്ല ഇല്ല, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ചിലപ്പോ നമുക്ക് തോന്നിപ്പോകും ഇവരൊക്കെ എന്താണ് മനുഷ്യന്മാരല്ലേ എന്നുള്ളത് തോന്നും. കാരണം നമുക്ക് എന്ന് പറയുമ്പോ സീരിയസ്നെസ്സും വേണം, അതിലൂടെ ഫണ്ണും വേണം. ഒരു പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഫണ്ണായിട്ടേക്കണം, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്. പക്ഷെ പല ആൾക്കാരും അതിലുള്ള സീരിയസ്നോട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇതിന്റെ ഇടയിൽ പാട്ടും പാടും, ഖുർആൻ ഓത്തുണ്ട്, എല്ലാം ഉണ്ട്. ഓരോരുത്തർ മാത്രമല്ല, എല്ലാ ഐറ്റംസും മൾട്ടിറ്റായിട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മളൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പാടും. ചിലപ്പോൾ നമ്മൾ വരി തെറ്റി വരാം. പക്ഷെ ആൾക്കാർ സീരിയസ്നോടെ കൂടിയിട്ടാണ് എടുക്കുന്നത്. അവരെന്ത് വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര പ്രോ ആണ് എന്നുള്ള രീതി. നോ, ഞാൻ പ്രോ അല്ലേ അല്ല. സോ ഞാൻ എന്റെ രീതിക്ക് എന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നു. അവരതില് ഗുഡായിട്ടുള്ള ആൾക്കാർ അതിന് നല്ല വശം കാണുന്നു, അല്ലാത്ത ആൾക്കാർ തെറ്റി കണ്ടെത്താനും ചൂണ്ടാനും മാത്രം നിൽക്കുന്നു. അതിനായിട്ട് കുറെ പേരുണ്ടാകും. ഇത് മോട്ടിവേഷൻ അല്ല, നമുക്ക് വേണ്ടത് ഒരു വിസ്ഡംസ് ആണ്. ഞാൻ മോട്ടിവേഷൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സംതിങ് ബെറ്റർ ആണെന്ന്. പക്ഷെ അത് 1-2 മണിക്കൂർ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഈ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എന്നാല് വിസ്ഡംസ് പറഞ്ഞാൽ ലൈഫ് ലോങ്ങിലേക്കുള്ള കാര്യമാണ്. അത് മനുഷ്യർക്ക് ഇമ്പാക്ട് ചെയ്യും. മോട്ടിവേഷൻ പറഞ്ഞാൽ കുറച്ച് ടൈം എന്തെങ്കിലും കിട്ടിയാല് നാളെ അത് ചെയ്യണം എന്നുള്ള സംതിങ്. ബട്ട് വിസ്ഡംസ് എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ഉണ്ടാവും. എന്തോ എന്തെങ്കിലും ഉണ്ട്, നമ്മളെപ്പോഴും ചിന്തിച്ച് തേക്കാൻ കൊടുക്കുക. തോട്ട്സ് എപ്പോഴും വേണം. ഈ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ല, മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഫുള്ള് ഇൻഫോർമേഷൻസ് ആണ്. ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ അറിവാണ്. അറിവിനെ തിരിച്ചറിവാക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഈ വിസ്ഡംസിലേക്ക് എത്തുമ്പം, തിരിച്ചറിവാകുമ്പം അത് ശരിക്കും പറഞ്ഞാൽ പഠിച്ചോനുമായിട്ടുള്ളൊരു പഠിച്ചു നമ്മളെ ശിക്ഷിക്കുമെന്ന രീതിയിലാണ് നമ്മൾ പലതും ചെയ്തു പോകാറ്. എന്നാൽ അതിനപ്പുറം പഠിച്ചവരോടുള്ളൊരു സ്നേഹം, പഠിച്ചു നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിക്ക് വേറൊരു ആണ് പോണത്. ആ ഒരു പെർസ്പെക്റ്റീവില് ആലോചിക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. അപ്പൊ പരീക്ഷിക്കുന്നവൻ അള്ളാഹു എന്നതിനുപരി നമ്മൾ സ്നേഹിക്കുന്ന പഠിച്ചവൻ എന്ന രീതിയിലേക്ക് മാറും. അതാണ് ഈ ഒരു വിസ്ഡംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഫെയിമിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ അല്ല. കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി കൂട്ടിയാല് റീച്ച് കിട്ടും, അങ്ങനെ ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ ഐഫോൺ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. സോ പെർഫെക്ഷൻ തുടങ്ങിയിട്ടല്ല ആരും തുടങ്ങിയിട്ടുള്ളത്. പെർഫെക്ഷൻസ് നോക്കി ഇന്നലെ ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇംപെർഫെക്ഷനിൽ നിന്നാണ് പെർഫെക്ഷൻ തുടങ്ങിയത്. സോ എന്റെ കയ്യിലൊരു മെഡിസിൻ ഉണ്ട് എങ്കിൽ ആ ഒരു മെഡിസിനെ ലോകത്തിൽ പകർന്നു നൽകണം എന്ന പ്യുവർ ആയിട്ടുള്ള ഇന്റൻഷൻസ് കൊണ്ടും
എന്റെ ലൈഫിൽ അത് വലിയൊരു പർപ്പസ് ആണ് എന്നത് കൊണ്ടാണ് ഞാൻ ഈ കരിയർ ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. പെരയില് ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വരുന്നപ്പോൾ ഇപ്പൊ അങ്ങനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സെൽഫില് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാല്, ഒരു റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇതിനൊരു ഇമ്പാക്ട് കൊടുത്തു കഴിഞ്ഞാല്, സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നോ, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും തുടങ്ങില്ല. നമുക്ക് നമ്മളുടെ സെൽഫിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം.